ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഫൈനലി നമ്മുടെ നീറ്റ് 2024 റിസൾട്ട് ഔട്ടായിരിക്കുകയാണ്. എനിക്കറിയാം പല കുട്ടികൾക്കും പല മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ചില കുട്ടികൾ അവരാഗ്രഹിച്ച പോലെ ഒരു സ്കോറ്, അവരാഗ്രഹിച്ച പോലെ ഒരു റാങ്ക് എല്ലാം കിട്ടി, ആഗ്രഹിച്ച പോലെ ആ സ്വപ്നം കണ്ട MBBS എന്ന് പറഞ്ഞൊരു പ്രൊഫഷനിലേക്ക് കാലുകുത്താൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ ഒരു ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൺഗ്രാജുലേഷൻസ്. ഇതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ട് പഠിക്കുക. അപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ റിസൾട്ട് വന്നപ്പോൾ നമുക്കറിയാം നമ്മളെ തന്നെ എല്ലാവരെയും ഒന്ന് ഷോക്ക് ആക്കിപ്പിക്കുന്ന പോലെയായിരുന്നു റിസൾട്ട്. ഭയങ്കരമായിട്ടും, അതായത് അറൗണ്ട് ഒരു 89 അത്രയും കുട്ടികൾക്ക് 720 ഉണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് കൂടാം. അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ കിട്ടണോ ഇല്ലയോ എന്നുള്ള പല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. എനിക്ക് അവരോട് ആദ്യം പറയാനുള്ളത്, വിഷമിക്കുകയാണെങ്കിൽ ഇപ്പം അവരോട് മാത്രമല്ല പേരൻസും, നീറ്റ് ഒക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നിരിക്കുന്ന കുട്ടികളുടെ പേരൻസ് കാണുന്നുണ്ടെങ്കിൽ അവരോടുമാണ് പറയുന്നത്. അവരെ എന്താ പറയുക, നിങ്ങൾക്കുള്ള വിഷമം സങ്കടവും കാര്യങ്ങളും എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് കരഞ്ഞു തീർക്കുക. അങ്ങനെ കരഞ്ഞ ആ മനസ്സിലുള്ള അത്രയും സ്ട്രെസ്സായാലും ആ ടെൻഷനും നമ്മുടെ ഒരു നിമിഷമെങ്കിലും നമുക്ക് ആ ഒരു നമ്മുടെ കഷ്ടപ്പാടിന് നമുക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ആ ഒരു വിഷമം നിങ്ങൾ കരഞ്ഞു തീർക്കുക. അതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അതിനൊരു രീതിയിലുള്ള ഒന്നും തോന്നണ്ട. നിങ്ങളുടെ ഉള്ളിൽ അത്രയും വിഷമം പോട്ടെ. കാരണം എനിക്ക് ആ വിഷമം നല്ലപോലെ അറിയാം. ഒരു റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കും ആ വിചാരിച്ച ഒരു മാർക്ക് കിട്ടാതെ കുറേ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ ഫീലിങ്സ് നന്നായിട്ട് മനസ്സിലാവും. അപ്പം അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നാം, സിമ്പിളായിട്ട് പറയുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഈ ഒരു എക്സാമിന് നിങ്ങൾ വിചാരിച്ച പോലെ ഒരു മാർക്കോ സ്കോറോ ലൈക്ക് എന്താ പറയുക റാങ്കോ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും നിങ്ങളെ ഹാർഡ് വർക്ക് ചെയ്തില്ല, എഫേർട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും നിങ്ങളെ ഒന്നും പറയില്ല. നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇട്ടു, അതിനൊന്നും ഒരു കുറവുമില്ല, ഒരു മാറ്റവും ഇല്ല. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരൻസിൻ്റെ അടുത്താണെങ്കിലും നിങ്ങളുടെ മക്കളുടെ അടുത്ത് കൂടുതലായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് എന്താ പറയുക, ബാക്കി പല രീതിയിലും ആ കുട്ടികൾ വല്ലാണ്ട് ഡൗൺ ആകും. ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യും, എൻ്റെ കഷ്ടപ്പാടിന് അവസാനം റിസൾട്ട് ഇല്ല എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ആ സമയത്ത് നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് സമാധാനിപ്പിച്ച്, സാരമില്ല പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എഴുതാമല്ലോ, അതല്ലെങ്കിൽ എന്താ പറയുക ഇനിയിപ്പം നമുക്ക് വേറെ നല്ല കോഴ്സ് വേറെ നോക്കാം, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് കെട്ടിപ്പിടിച്ചൊന്ന് സമാധാനിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അവരുടെ പകുതി വിഷമം മാറും. ഇപ്പം നിങ്ങൾ അവരെ കൂടെ നിന്നിട്ട് നിങ്ങൾ അവരെ ഹാപ്പി ആക്കാൻ വേണ്ടി നോക്കുക. ഇവൻ നിങ്ങളുടെ മനസ്സിൽ വിഷമം ഉണ്ടെങ്കിൽ പോലും. നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം അല്ല നിങ്ങളുടെ ഒരു ടാലൻറ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ടാലൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം. അതായത് ആ ഒരു എക്സാമിന് നമ്മൾ വിചാരിച്ച പോലെ ഒരു മാർക്കോ നമ്മൾ വിചാരിച്ച പോലെ ഒരു റാങ്കോ കിട്ടിയില്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങളുടെ കഴിവ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓർത്തിട്ടൊന്നും നിങ്ങൾ വിഷമിക്കാനോ കാര്യങ്ങളോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കാളും പഠിക്കുന്ന, നമ്മളെക്കാളും നല്ല ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് സ്മാർട്ട് വർക്കും അതോടൊപ്പം ഹാർഡ് വർക്കും ഒരുപോലെ ചെയ്ത പല കുട്ടികളും ഉണ്ടായിരുന്നു. അതുകൊണ്ടും കൂടി ആയിരിക്കും നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടാകുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതുപോലെ ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, അതൊരു കുറവായിട്ടും ആരുടെ പറയുന്നില്ല. സോ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താനോ കാര്യങ്ങളോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് അടുത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പം കഴിഞ്ഞ കാര്യങ്ങൾ ഇതൊന്നും മാറ്റാനോ അതിന് നിങ്ങൾ ഇതിനെ റിഗ്രറ്റ് അടിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് നിങ്ങളിനി ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ തന്നെ ഒന്ന് എന്താ പറയുക, ഇപ്പോൾ എനിക്ക് ഇത്ര മാർക്കാണ്, എനിക്ക് ഇത്ര റാങ്കാണ്, എൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾ നിങ്ങളായിട്ടൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. കംപ്ലീറ്റ്ലി ഒന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുക. ഇപ്പോൾ പല കുട്ടികൾക്കുമുള്ള തീരുമാനങ്ങളായിരിക്കും, ഞാൻ ഒന്നുകൂടെ ഡ്രോപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ ഇനി എൻ്റെ മാർക്കിനനുസരിച്ച് എനിക്ക് പ്രൈവറ്റാണ് കിട്ടിയെങ്കിൽ ഞാൻ പ്രൈവറ്റ് ചൂസ് ചെയ്യണോ എന്നുള്ള പല ചിന്താഗതികളായിരിക്കും നിങ്ങൾ മനസ്സിലോട്ട് വരുന്നത്.
അതല്ലാണ്ട് ഞാനിനി BDS എടുക്കണോ, അതല്ലെങ്കിൽ ആയുർവേദ, ഹോമിയോ, അല്ലെങ്കിൽ വേറെ കോഴ്സിലോട്ട് ഞാൻ പോകണോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഒരു നല്ല രീതിയിൽ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. ഇപ്പം ആദ്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ചെയ്യണോ അതിനെപ്പറ്റിയാണ്. ഡ്രോപ്പ് ചെയ്യുന്ന ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഇരുന്ന് നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു നീറ്റ് എക്സാമിന് ഞാൻ എൻ്റെ ഫുൾ എഫോർട്ട് ഇട്ടിട്ടാണോ നിങ്ങൾ ഈ എക്സാം എഴുതിയിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ എക്സാം നിങ്ങൾ വിചാരിച്ചൊരു സ്കോർ കിട്ടിയില്ല, അല്ലെങ്കിൽ വിചാരിച്ചൊരു റാങ്ക് കിട്ടിയില്ല, അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിലൊരു ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യത്തിനുള്ള ചിലപ്പോൾ ഒരു എഫോർട്ട് ഇട്ടിട്ടുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതും അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു സമയത്ത്, ആ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ കാണിച്ച ചെറിയ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്സ് കാരണമായിരിക്കും നിങ്ങളെ റാങ്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കോറും കുറയാൻ കാരണമായിട്ടുണ്ടാവുക. അതും അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനത്തെ ഉള്ള പല പല ഫാക്ടേഴ്സ്. അതിൽ പിന്നെ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ലക്ക്. നമുക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ലൈക്ക് ആ ഒരു 3 hour നിങ്ങൾക്ക് ഒരു അൺലക്കായിട്ട് വന്നിട്ടുണ്ടാവണം. ഇതെല്ലാം കൊണ്ടിട്ടായിരിക്കും നിങ്ങൾ വിചാരിച്ച പോലെ ഒരു സ്കോർ അവിടെ എത്തിയിട്ടുണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ പല പല ഫാക്ടേഴ്സ് കൊണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിച്ച പോലെ ഒരു സ്കോർ ഇത്തവണ വരാതിരുന്നിട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മളെക്കാളും പഠിക്കുന്നവരും അതുപോലെ തന്നെ അതിനനുസരിച്ച് റാങ്ക് കിട്ടിയതും അതും അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാക്ടേഴ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ നല്ല രീതിയിൽ എഫോർട്ട് ഇട്ടു, നിങ്ങൾ നല്ലപോലെ ശ്രദ്ധയായിട്ട് എഴുതി. ഈ ഒരു രീതിയിൽ നിങ്ങളെ തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യുക, ഞാൻ എന്തോരം എഫോർട്ടാണ് ഈ നീറ്റിന് ഇട്ടത്, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഇല്ല, ഞാൻ എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഞാൻ ഈ നീറ്റ് എഴുതിയിട്ടില്ല, എനിക്ക് ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഇനി ഞാൻ കുറച്ചുകൂടെ എഫോർട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു നെറ്റ് എക്സാം എനിക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ വേണ്ടി പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. രണ്ടാമത്തെ കാര്യം, MBBS എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷൻ നമുക്കറിയാം. ഞാനപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇനി ചെയ്യുന്നതായിരിക്കും. ലൈക്ക് എന്താ പറയുക, ഈ ഒരു പ്രൊഫഷനകത്ത് എല്ലാ പ്രൊഫഷനുള്ള നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഈ ഒരു പ്രൊഫഷനുണ്ട്. അപ്പം ഈ ഒരു നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടും ഞാനിനി എൻ്റെ എഫോർട്ട് കുറച്ചുകൂടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നീറ്റ് കിട്ടാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷം ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് തന്നെ ചെയ്തോളൂ. ഇനി അതല്ല, നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും കപ്പാസിറ്റി ചെയ്തു എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വേറൊരു കോഴ്സും കാര്യങ്ങളും നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ബാഡ് ലക്കും കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഈ ഒരു ബാഡ് ലക്ക് വരിക, അല്ലെങ്കിൽ എപ്പോഴും ഇതുപോലെ നിങ്ങളെ ഒരു പുറകോട്ട് കൊണ്ടുപോകുക ഒരിക്കലും നടക്കത്തില്ല. അപ്പം നിങ്ങൾ എന്തായാലും വിജയിക്കുക തന്നെ ചെയ്യും. അതല്ല, നിങ്ങളിപ്പോൾ ഫുൾ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു എന്നിട്ട് നിങ്ങൾക്ക് വിചാരിച്ച പോലെ എത്തുന്നില്ല എങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് MBBS അല്ലാണ്ട് വേറെ ഏതെങ്കിലും നല്ലൊരു കോഴ്സും കാര്യങ്ങളും നോക്കുക. അതും നിങ്ങളുടെ ഒരു തീരുമാനം, അതായത് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്കാണ് അറിയുന്നത്. ഇനി അത് വയ്യെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു വേറൊരു പ്രൊഫഷൻ എന്തായാലും ചൂസ് ചെയ്യുക. കാരണം ഏതൊരു പ്രൊഫഷനിൽ ഞാൻ എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ ചോദിക്കും, ഈ ഒരു പ്രൊഫഷൻ നല്ലതാണോ അതാണോ, ലൈക്ക് മെഡിക്കൽ ഫീൽഡ് തന്നെ ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയുന്ന ഒറ്റ കാര്യമുള്ള, എല്ലാ പ്രൊഫഷനും നല്ലതാണ്. ഈ എല്ലാ പ്രൊഫഷനും ബെസ്റ്റ് ആവുന്നത് നമ്മൾ അതിലിടുന്ന എഫേർട്ടാണ്. ഞാനിപ്പോൾ MBBS എടുത്തു, ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് ആ ഒരു പ്രൊഫഷൻ കൊണ്ട് ഒന്നും കിട്ടത്തില്ല. പക്ഷെ ഏത് പ്രൊഫഷൻ ആയാലും നമ്മളതിൽ എഫേർട്ട് ഇടുക മാത്രമാണ് അതൊരു സക്സസ്ഫുൾ ആയിട്ട് മാറത്തുള്ളൂ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് കാര്യങ്ങൾ വേണമെന്ന്. അപ്പം ഞാനൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പം എൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെതായിട്ടുള്ള നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും അതൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പം എനിക്കിപ്പോൾ ലൈക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾ കുറച്ച് ഇപ്പം റിപ്പീറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ മോസ്റ്റ്ലി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ വയ്യ, നിങ്ങൾക്ക് ഇനിയുള്ള ഏജ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഏജിന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളും വേണ്ട, ഇനിയും വർഷം കളയാൻ വയ്യ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം എന്തെങ്കിലും രീതിയിൽ പഠിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ നമുക്കറിയാം പ്രൈവറ്റിൽ അത്യാവശ്യം ഫീസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ലോൺ എടുത്തിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ആണ്, എല്ലാത്തിനും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് കോളേജിൽ ചേരാൻ വേണ്ടി ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൽ ചേരുന്നതിന് തെറ്റില്ല എന്നേ പറയത്തുള്ളൂ. പക്ഷേ
പക്ഷെ നിങ്ങൾക്ക് പറ്റും. അതായത് ഒരു ഗവൺമെൻറ് ഞാൻ ഇനി ഒന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു തവണയും കൂടെ ഡ്രോപ്പ് ചെയ്യുക. അതല്ല ഇല്ല മതി, എനിക്ക് ഈ ഒരു നീറ്റിൽ ഇത് തന്നെ പഠിച്ചാൽ ഈ ബയോളജി കെമിസ്ട്രി ഇതൊക്കെ തന്നെ പഠിച്ച് മടുത്തു, ഇനിയിപ്പോൾ എന്താ പറയുക, എനിക്ക് ഇനിയിപ്പോൾ ഓക്കെയാണ്, എനിക്കിപ്പോൾ ഫീസ് അടയ്ക്കാനും ഓക്കെയാണ്, ഈ ഒരു ഫീസ് എമൗണ്ട് എനിക്ക് ഓക്കെയാണ്, ലൈക്ക് എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ലോൺ എടുത്തിട്ടോ കാര്യങ്ങളോ ചെയ്തിട്ടോ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ അത് ചൂസ് ചെയ്താലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഇനി അതുപോലെയാണ് MBBS അല്ലാണ്ട് വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കാമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് പറയാനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. അതായത് ഏത് കോഴ്സ് ആയാലും ഏതായാലും ഇപ്പോൾ BBS ആണെങ്കിലും ആയുർവേദ ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആ ഒരു പ്രൊഫഷനിലേക്ക് കയറുന്നു, അവിടെ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു, അതിനുശേഷം ആ ഒരു പഠിത്തം കഴിഞ്ഞ് നമ്മുടെ അടുത്ത ജോബും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എന്തോരം എഫേർട്ട് എടുക്കുന്നു, നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് നമ്മൾ മേടിക്കുന്നു, അതിലെല്ലാം കൂടെയാണ് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഒരു ലൈഫിൽ ആ ഒരു പ്രൊഫഷൻ കൊണ്ട് നമുക്ക് റിസൾട്ട് കാര്യങ്ങൾ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് MBBS ഇല്ല, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ ആയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ. പിന്നെ എനിക്ക് പക്ഷെ അപ്പോഴും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പ്രൊഫഷൻ, ഇപ്പം ഞാനിപ്പോൾ MBBS ആഗ്രഹിച്ചു, ഞാൻ BDS പോകും. ഇവൻ ഞാൻ ആ BDS ആണ് ഞാൻ എടുക്കുന്നെങ്കിൽ ആ BDS എന്ന് പറഞ്ഞ പ്രൊഫഷൻ നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാണ്ട് എന്താ പറയുക, കഷ്ടപ്പെട്ട് പഠിക്കാണ്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അല്ലെങ്കിൽ കാരണം നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട പ്രൊഫഷനാണ്. സോ നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ട് തന്നെ നിൽക്കണം. അല്ലാണ്ട് കഷ്ടപ്പെട്ടാണെങ്കിൽ ഒരിക്കലും നമുക്ക് അതിൽ നിന്നൊരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളും അത് നന്നായിട്ട് ആലോചിക്കുക, നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക, ഈ ഒരു പ്രൊഫഷൻ ഞാൻ പോയാൽ എന്നെ കൊണ്ട് വേണ്ടി പറ്റും, ഇതിൻ്റെ ഇത്ര സ്കോപ്പ് ഉണ്ട്, ഞാൻ അതിലൊക്കെ നന്നായിട്ട് മുന്നേറി എനിക്ക് വരാൻ വേണ്ടി പറ്റും എന്ന രീതിയിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ അതിലോട്ട് ചൂസ് ചെയ്യുന്നതിലും ഒരു തെറ്റുണ്ടാവില്ല. പിന്നെ പല കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കും പാർഷ്യൽ ഡ്രോപ്പ് എടുത്താലോ എന്ന്. ഇപ്പം ഇതായാലും ഇത് എന്നെ സംബന്ധിച്ചോളം നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ നല്ലതായിട്ട് എഫോർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ഇതെന്ന് പറയുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ഐഡിയ ആയിട്ടാണ് ഞാൻ നോക്കുന്നത്. ബിക്കോസ് ഇപ്പോൾ ഞാനിപ്പം നീറ്റ് എഴുതി എനിക്ക് BDS ഒരു മാർക്കാണെങ്കിൽ ഞാൻ BDS എടുത്ത് പഠിക്കുന്നു. ആ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് രണ്ടും ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക്, അതായത് BDSലായാലും ഈ പറഞ്ഞ പോലെ ഒത്തിരി പഠിക്കാനും കാര്യങ്ങളുണ്ട്, അപ്പം അതും പഠിക്കണം. അതിൻ്റെ കൂടെ സൈഡായിട്ട് നിങ്ങൾക്ക് നീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള കോൺഫിഡൻ്റ് ആണെങ്കിൽ, എഫോർട്ട് ഇടാൻ വേണ്ടി പറ്റുമെങ്കിൽ, അത്രയും മോട്ടിവേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഇൻ കേസ് നിങ്ങൾ ആ നീറ്റ് എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു മാർക്കോടെ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു MBBS എന്ന് പറഞ്ഞ സീറ്റ് കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് വിചാരിച്ച പോലെ ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അപ്പോഴും ആ BDS എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ നിങ്ങളെ കൂടെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അതിന് വേണ്ടി അത് കോൺഫിഡൻ്റ് ആണെങ്കിൽ അതെന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ്. ബിക്കോസ് ഇപ്പം ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ആണെങ്കിലും ഇപ്പോൾ 2 വർഷമൊക്കെ BDS പഠിച്ചിട്ട് MBBS ചേർന്നിട്ടുള്ളവരുണ്ട്. 4 വർഷത്തെ ഡിഗ്രി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, ആ ഒരു പ്രൊഫഷൻ തന്നെ കഴിഞ്ഞതിന് ശേഷം MBBSലോട്ട് വന്നിട്ടുള്ള ആൾക്കാരും എല്ലാം ഉണ്ട്. സോ ഇപ്പം ഞാൻ അതാ പറയുന്നത്, ഇപ്പം നീറ്റ് എക്സാം ഇവിടെ കഴിഞ്ഞു. ഈ ഒരു 2024 നീറ്റ് എക്സാം വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇനിയിപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ MBBS കിട്ടില്ല എന്ന് എഴുതി തള്ളുന്ന ഒരു എക്സാം അല്ലായിരുന്നു ഇത്. നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ ആഗ്രഹിച്ചാൽ, നിങ്ങൾ അത്രയും അതിന് വേണ്ടി എഫേർട്ട് ഇടാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എത്താൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അത് പറ്റും. അപ്പോൾ നിങ്ങളത് ഓർത്തിട്ട് ഈ ഒരു എക്സാമിന് കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരുന്ന് തളരാനൊന്നും പോവണ്ട. വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക, വളരെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി നോക്കുക.